നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. വിഷമത്തിലൊക്കെ ഇരിക്കുന്നവർ ഒരു കാര്യം പ്രത്യേകമായിട്ട് ഓർക്കുക. നിങ്ങളുടെ സമയവും ഒരിക്കൽ തീർച്ചയായിട്ടും വന്നു ചേരുന്നതാണ്. ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നിങ്ങളുടെ കർമ്മങ്ങളൊക്കെ ചെയ്തുകൊള്ളുക. തീർച്ചയായും നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ഒക്കെ ഒരിക്കൽ ഫലം ഉണ്ടാവുക തന്നെ ചെയ്യും. അത് തീർച്ചയായിട്ടുള്ള ഒരു കാര്യമാണ്. നിരവധി ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ മെസ്സേജുകളായിട്ടും മറ്റും പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുന്നതിനായിട്ട് അയക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങളുടെ ആഴം ഞാൻ തീർച്ചയായിട്ടും ഉൾക്കൊള്ളുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ എൻ്റെ പ്രശ്നങ്ങളായി ഉൾക്കൊണ്ടുകൊണ്ട് എപ്പോഴും എൻ്റെ പ്രാർത്ഥനകളിലുണ്ട് കേട്ടോ. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടതായി അറിയിച്ചുകൊണ്ടുള്ള സന്ദേശങ്ങളും ലഭിക്കുന്നുണ്ട്. അത് വളരെ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിക്കപ്പെട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. നമുക്ക് രോഹിണി നക്ഷത്രത്തിൻ്റെ 2026 ജൂൺ മാസ ഫലങ്ങൾ ഒന്ന് പരിശോധിക്കാം. ജ്യോതിഷത്തിലെ വിശാലമായ നക്ഷത്ര സമൂഹങ്ങളിൽ ഏറ്റവും മനോഹരവും എന്നാൽ ആകർഷകവും പരിപാലിക്കപ്പെടുന്നതുമായ ഒന്നായിട്ടാണ് രോഹിണി നക്ഷത്രത്തെ കണക്കാക്കുന്നത്. ചന്ദ്രൻ അധിപനായതും പൂർണ്ണമായും ഇടവം രാശിയിൽ സ്ഥിതി ചെയ്യുന്നതുമായ രോഹിണി നക്ഷത്രം വളർച്ച, സർഗാത്മകത, കാർഷിക സമൃദ്ധി, സമാനകളില്ലാത്ത ലാളിത്യം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. പ്രശസ്ത കവി ജോൺ കീറ്റ്സ് തൻ്റെ പ്രശസ്തമായ എൻഡിമിയൻ എന്ന കൃതിയിൽ എഴുതിയതുപോലെ, മനോഹരമായ ഒരു വസ്തു എന്നേക്കും ഒരു ആനന്ദമാണ്. അതിൻ്റെ ഭംഗി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അതൊരിക്കലും ഇല്ലാതായി പോകുന്നില്ല. ഈ വരികൾ രോഹിണിയുടെ സത്തയെ മനോഹരമായി ഉൾക്കൊള്ളുന്നു എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. നിങ്ങൾ പ്രപഞ്ചത്തിൻ്റെ നിർമ്മാതാക്കളും അതോടൊപ്പം പ്രപഞ്ചത്തെ വളർത്തുന്നവരും അതോടൊപ്പം കലാകാരന്മാരും കൂടിയാണ്. 2026 ജൂൺ മാസം നിങ്ങളുടെ ചിറകുകൾക്ക് കീഴിൽ മൃദുവായ ഒരു വഴികാട്ടി, കാറ്റായി പ്രവർത്തിക്കുന്ന വലിയൊരു പ്രപഞ്ചമാറ്റം കൊണ്ടുവരുന്നു. ഈ മാസം നക്ഷത്രങ്ങൾ നിങ്ങൾക്കായി എന്താണ് ഒരുക്കി വച്ചിരിക്കുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച പ്രമുഖർ അതിശയകരമായ ഒരു ആകർഷണ ശക്തിയും അതോടൊപ്പം തന്നെ നേതൃപാടവവും സർഗാത്മക പ്രതിഭയുമുള്ള ചില വ്യക്തികളുമായി നിങ്ങളുടെ പ്രപഞ്ച DNA പങ്കിടുന്നു. ഉദാഹരണത്തിന് ശ്രീകൃഷ്ണൻ. അദ്ദേഹം ചാരുത, അതോടൊപ്പം തന്നെ ജ്ഞാനം, അതോടൊപ്പം തന്ത്രപരമായ ബുദ്ധി എന്നിവയുടെയൊക്കെ ഒരു ആത്യന്തിക രൂപമാണല്ലോ. വേറൊരാളെക്കുറിച്ച് പരാമർശിച്ചാൽ വിക്ടോറിയ രാജ്ഞി. ദീർഘകാല സാമ്രാജ്യത്വത്തിൻ്റെ അതോടൊപ്പം തന്നെ ഘടനയുടെ ഒക്കെ ഒരു പ്രതീകമാണവർ. അമിതാഭ് ബച്ചൻ. പ്രതിസന്ധികളെ അതിജീവിക്കുന്ന അഗാധമായ ശബ്ദഗാംഭീര്യമുള്ള കലാപരമായ ഒരു ദീർഘായുസിൻ്റെ ഒരു പ്രതീകം കൂടിയാണല്ലോ അദ്ദേഹം. ഇനി നമുക്ക് ഗ്രഹനില ഒന്ന് പരിശോധിക്കാം. ഈ ദശകത്തിലെ ഏറ്റവും മികച്ച ഗ്രഹചലനങ്ങളിൽ ഒന്ന് സംഭവിക്കുകയാണ്. അത് വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതിയാണ്. 2026 ജൂൺ 2 ദേവഗുരുവായ വ്യാഴം കർക്കടകൻ രാശിയിലേക്ക് മാറുകയും അതിൻ്റെ ആത്യന്തികമായ ഉച്ചാവസ്ഥയിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രഹമാറ്റമാണ് ജൂൺ മാസത്തിൽ വരുന്നത്. ഇടവം രാശിക്കാർക്കും രോഹിണി നക്ഷത്രക്കാർക്കും ഇത് വളരെ മികച്ച പിന്തുണ നൽകുന്ന 3-ാം ഭാവത്തെ ഉണർത്തുന്നുണ്ട്. ഇത് നിങ്ങളുടെ ധൈര്യം, ആശയവിനിമയ ശേഷി, അതോടൊപ്പം തന്നെ ആന്തരിക പ്രേരണ എന്നിവയെ വർദ്ധിപ്പിക്കുന്നതാണ്. ശനി മീനം രാശിയിൽ വരുന്നുണ്ട്. ശനിദേവൻ മീനം രാശിയിലൂടെയുള്ള തൻ്റെ അച്ചടക്കമുള്ള ഒരു സഞ്ചാരം തുടർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങളുടെ ദീർഘകാല നേട്ടങ്ങളിലും സാമൂഹികമായ സുഹൃത്ത് വലയങ്ങളിലും മറ്റും സ്ഥിരമായ ഒരു കണ്ണ് സൂക്ഷിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. രാഹുവും കേതുവും. രാഹു നിങ്ങളുടെ ഔദ്യോഗിക ഭാവമായ 10-ാം ഭാവത്തിൽ, അതായത് കുംഭം രാശിയിൽ തുടരുകയാണ്. ഇത് നിങ്ങളുടെ നൂതനവും വേറിട്ടതുമായ തൊഴിൽ ചിന്തകളിലേക്ക് നയിക്കുവാൻ സാധ്യതയുണ്ട്. അതേസമയം കേതു ചിങ്ങം രാശിയിൽ നിന്ന് നിങ്ങളുടെ ആന്തരിക മാനസികാവസ്ഥയെ ശാന്തമാക്കുകയും ചെയ്യുന്നുണ്ട്. സൂര്യനും ബുധനും നിങ്ങളുടെ വ്യക്തിത്വത്തെയും ധനത്തെയും സ്വാധീനിക്കുന്ന ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഇത് ചിന്താ വ്യക്തതയ്ക്കും ആത്മപ്രകാശത്തിനുമൊക്കെ ഒരു പ്രാധാന്യം നൽകുന്ന ഒരു കാലഘട്ടമായിരിക്കും നിങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ഔദ്യോഗിക ജീവിതവും തൊഴിലുമൊക്കെ ഒന്ന് പരിശോധിക്കാം. 2026 ജൂൺ മാസത്തിൽ നിങ്ങളുടെ ഔദ്യോഗിക ജീവിതം മഹാഭാരതത്തിലെ ഒരു രംഗത്തിന് സമാനമാണെന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. വലിയ യുദ്ധത്തിന് മുമ്പ് അർജുനൻ ഒരു ആത്മസംശയത്തിലായിരുന്നു. അർജുനൻ്റെ യഥാർത്ഥ കടമകളെക്കുറിച്ചും സമാനതകളില്ലാത്ത കഴിവുകളെക്കുറിച്ചും എല്ലാം യഥാർത്ഥ രോഹിണി ആത്മാവായ ശ്രീകൃഷ്ണൻ ഓർമ്മിപ്പിച്ചപ്പോഴാണ് അർജുനൻ്റെ തൻ്റെ ശ്രദ്ധ വീണ്ടെടുക്കുവാൻ കഴിഞ്ഞത്. 10-ാം ഭാവത്തിലെ രാഹുവും ഉച്ചസ്ഥായിയിലുള്ള വ്യാഴവും നിങ്ങളുടെ ബുദ്ധിശക്തിയെ മൂർച്ച കൂട്ടുന്നുണ്ടെങ്കിലും
ഈ മാസം നിങ്ങളുടെ ആത്മസംശയങ്ങൾ, അതായത് നമുക്ക് വേണമെങ്കിൽ അതിനൊരു ഇമ്പോസ്റ്റർ സിൻഡ്രോം എന്നൊക്കെ നമുക്ക് പറയാവുന്നതാണ്, അത് നിങ്ങളെ ഒരു അല്പം മുമ്പോട്ട് പോകുന്നതിൽ നിന്ന് ഒരു പക്ഷേ തടയാനൊരു സാധ്യതയുണ്ട്. ഈ വർഷം ആദ്യം നിങ്ങളുടെ കരിയറിൽ തടസ്സങ്ങളോ ഭരണപരമായ നൂലാമാലകളോ ഒക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജൂൺ ആദ്യവാരം മുതൽ കാര്യങ്ങൾ അതിവേഗം മുന്നോട്ട് നീങ്ങുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും. നിങ്ങളുടെ ആശയവിനിമയമായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ ആസ്തി. പ്രസന്റേഷനുകൾ, ചർച്ചകൾ, ബിസിനസ് ഡീലുകൾ എന്നിവ കൃത്യമായ ലക്ഷ്യത്തിലെത്തും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആത്മസംശയങ്ങളോ ഒക്കെ വരുവാണെങ്കിൽ നിങ്ങൾ അതൊന്നും കാര്യമാക്കേണ്ട, നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക. അതിനൊരു സാധ്യത കാണുന്നുണ്ട്. കാരണം നിങ്ങളുടെ അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ പ്രസന്റേഷനുകൾ, ബിസിനസ് ഡീലുകൾ എന്നിവയിൽ നിങ്ങൾ കൃത്യമായ ലക്ഷ്യത്തിലെത്തും എന്ന് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ശബ്ദത്തിന് തന്നെ ഒരു പ്രത്യേക ഒരു വിശ്വാസ്യത സ്വാഭാവികമായിട്ട് കൈവരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവസരങ്ങൾക്കായി നിങ്ങൾ ഒരിക്കലും കാത്തിരിക്കരുത്. ഇതാണ് നിങ്ങളുടെ അവസരം. അവസരങ്ങൾ നിങ്ങൾ തന്നെ സൃഷ്ടിക്കുക. ഉച്ചസ്ഥിതിയിലുള്ള വ്യാഴം നിങ്ങളുടെ ശ്രമങ്ങൾക്ക് മേലുദ്യോഗസ്ഥരിൽ നിന്ന് വലിയ അംഗീകാരം ഉറപ്പാക്കും. അത് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചുകൊള്ളുക. രോഹിണി നക്ഷത്രക്കാർക്ക് വളരെയധികം മികച്ച ഒരു കാലഘട്ടമാണ് അത്. നിങ്ങളുടെ കരിയറിലൊക്കെ നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഇനി ധനകാര്യവും സമ്പത്തും ഒന്ന് പരിശോധിക്കാം. സാമ്പത്തികമായി ജൂൺ മാസം വ്യവസ്ഥാപിതമായ ഒരു വളർച്ചയുടെ മാസമാണെന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ ഫ്രാൻസിസ് ഹോഡ്സൺ ബെർണറ്റിൻ്റെ ദി സീക്രട്ട് ഗാർഡൻ എന്ന ഒരു ക്ലാസിക് ഇംഗ്ലീഷ് നോവലിനെ കുറിച്ച് കേട്ട് കാണുമോ എന്നെനിക്കറിയില്ല. അത് ഏകദേശം അതുപോലെ ആയിരിക്കും നിങ്ങളുടെ ഒരു ധനകാര്യ അവസ്ഥ. അതായത് നിങ്ങളുടെ ധനകാര്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ സമ്പത്ത് ഇവിടെയുണ്ട്, അത് മണ്ണിനടിയിൽ മറഞ്ഞിരിക്കുകയാണ്. പക്ഷെ അത് പൂർണ്ണമായിട്ട് പൂത്തലയുവാൻ നിങ്ങൾക്ക് ക്ഷമയും കൃത്യമായ ഒരു പരിചരണവും ആസൂത്രണവും ഒക്കെ ആവശ്യമാണ്. ഏകദേശം ആ നോവലിൽ പറയുന്ന പോലെയാണ് നിങ്ങളുടെ സമ്പത്തിൻ്റെ അവസ്ഥ. അത് അവസരം നിങ്ങളുടെ അടുത്ത് വന്ന് മറഞ്ഞിരിപ്പുണ്ട്, നിങ്ങളത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഓരോ കാര്യങ്ങളെയും നിങ്ങൾ സമീപിക്കുമ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ വച്ചോളൂ. അതായത് നിങ്ങൾക്ക് അതിലേക്ക് എത്താനുള്ള ഒരു വഴി വെട്ടുക എന്നുള്ളതാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ ഒരു അവസരം അല്ലെങ്കിൽ ഒരു സമ്പത്ത്, അതിലേക്ക് നിങ്ങൾ എത്താനുള്ള ആ മാർഗം കൃത്യമായി സ്വീകരിക്കുന്നതിലായിരിക്കും നിങ്ങളുടെ അച്ചീവ്മെൻ്റ് ഉണ്ടാവുക എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു സാരാംശം. ഇനി കർക്കിടകൻ രാശിയിലെ വ്യാഴത്തിൻ്റെ വരവ് നിങ്ങളുടെ നേട്ടഭാവങ്ങളെ സൂക്ഷ്മമായി സ്വാധീനിക്കുന്നുണ്ട്. ഇതൊരു സുരക്ഷിതത്വം തന്നെ നിങ്ങൾക്ക് സൃഷ്ടിക്കും. സാധാരണ വരുമാന മാർഗങ്ങൾ സ്ഥിരമായി നിലനിൽക്കുക, അതായത് നിങ്ങൾക്ക് നിലവിലുള്ള വരുമാനങ്ങളൊക്കെ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് തന്നെ നിലനിൽക്കും. അതോടൊപ്പം തന്നെ മികച്ച പ്രകടനത്തിലുള്ള ഇൻസെൻറ്റീവുകളിലൂടെയോ അല്ലെങ്കിൽ ഫ്രീലാൻസ് കൺസൾട്ടേഷൻ മുതലായ കാര്യങ്ങളിലൂടെയൊക്കെ ചെറിയ വർധനവ് നിങ്ങളുടെ വരുമാനത്തിൽ ഉണ്ടായേക്കാം. നിങ്ങളുടെ നിക്ഷേപങ്ങൾ പുനഃക്രമീകരിക്കാനും ചെറിയ കടങ്ങൾ വീട്ടാനും റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് ബോണ്ടുകൾ പോലെയുള്ള ദീർഘകാല സുരക്ഷിത മാർഗങ്ങളിൽ നിക്ഷേപിക്കാനും മറ്റും ഇത് മികച്ച മാസമാണ്. അതായത് നിങ്ങൾക്ക് വരുമാനം വരുമ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും അത് ആർഭാടങ്ങൾക്ക് വേണ്ടി കൂടുതൽ ചിലവഴിക്കാതെ നിങ്ങളുടെ പഴയ കടങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടാൻ നോക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ദീർഘകാലമായിട്ടുള്ള ഈ ഗവൺമെൻറ് ബോണ്ടുകൾ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ മുതലായ കാര്യങ്ങളിൽ നിങ്ങളത് ഇൻവെസ്റ്റ് ചെയ്താൽ വളരെ നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി നമുക്ക് ഊഹക്കച്ചവടം പോലെയുള്ള കാര്യങ്ങളിലേക്ക് വരാം. ആ സമയത്ത് മാർക്ക് സക്കർബർഗിൻ്റെ ചില വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിൽ പരാജയപ്പെടുമെന്ന് ഉറപ്പുള്ള ഒരേയൊരു തന്ത്രം റിസ്കുകൾ ഒന്നും എടുക്കാതിരിക്കുക എന്നതാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്. അപ്പോൾ അത് ഇടയ്ക്കൊന്ന് ഓർക്കുക. സാമ്പത്തിക വളർച്ചയ്ക്ക് കണക്കുകൂട്ടിയുള്ള റിസ്കുകൾ ആവശ്യമാണെങ്കിലും 2026 ജൂൺ മാസം അന്ധമായ ഊഹക്കച്ചവടങ്ങളിൽ കടുത്ത ഒരു ജാഗ്രത ആവശ്യപ്പെടുന്നുണ്ട്. ശനി നിങ്ങളുടെ നേട്ടങ്ങളുടെ ഭാവങ്ങളെ നിരീക്ഷിക്കുന്നതിനാൽ കുറുക്കുവഴികൾ നിങ്ങൾക്ക് തിരിച്ചടിയാകുവാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ ടിപ്പുകൾ അല്ലെങ്കിൽ നഷ്ടപ്പെടുമെന്ന ഭയം കാരണം ഇൻട്രാഡേ ട്രേഡിംഗ് നടത്തുന്നത് ഒഴിവാക്കുക. നിങ്ങൾക്ക് ഓഹരി വിപണിയിൽ ഇടപെടണമെന്നുണ്ടെങ്കിൽ ഡാറ്റ, കൃത്യമായ വിശകലനങ്ങൾ, ദീർഘകാല നിക്ഷേപങ്ങൾ എന്നിവയെ മാത്രം ആശ്രയിക്കുക. ഒരു പരിചയസമ്പന്നമായ ഗ്രാൻഡ് മാസ്റ്റർ ചെസ്സ് കളിക്കുന്നത് പോലെ ഊഹക്കച്ചവടങ്ങളെ കാണുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓരോ നീക്കത്തിനും പിന്നിൽ വൈകാരികതയല്ല, ആഴത്തിലുള്ള യുക്തിസഹജമായ ഒരു തന്ത്രം ഉണ്ടായിരിക്കണമെന്നുള്ളതാണ് നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിച്ചോളൂ. മറ്റുള്ള ആളുകളൊക്കെ പറയുന്ന ടിപ്പുകളും മറ്റുമൊക്കെ പലപ്പോഴും ഇൻ്റർനെറ്റിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതെല്ലാം കേട്ടുകൊണ്ട് നിങ്ങൾ നിക്ഷേപിക്കുന്നതിന് വരും നിങ്ങൾ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന ഓഹരികളൊക്കെ കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രം നിക്ഷേപിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടസാധ്യത ഉണ്ട്. അത് കൃത്യമായ ഡാറ്റയുടെയും അടിസ്ഥാനപരമായ വിശകലനങ്ങളുടെയും അടിസ്ഥാനത്തിൽ മാത്രം നിങ്ങൾ നിക്ഷേപം നടത്തുക. പൊതുവെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ദീർഘകാലമായ നിക്ഷേപങ്ങൾ വഴിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് പെട്ടെന്നുണ്ടാക്കാൻ പണം ഉണ്ടാക്കുന്ന മാർഗങ്ങൾ ഈ ഒരു മാസം നിങ്ങൾക്ക് അനുകൂലമല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്.
ഇനി കുടുംബജീവിതത്തിലേക്ക് വന്നാൽ കുടുംബത്തിൽ ഒരു വലിയ താങ്ങായി പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്ന ഒരു മാസമാണിത്. യഥാർത്ഥത്തിൽ നമ്മൾ രാമായണത്തിലേക്ക് പോയാൽ ശ്രീരാമൻ വനവാസത്തിന് പോയ ഒരു സമയത്ത് കുടുംബം വലിയൊരു പ്രതിസന്ധി നേരിട്ടപ്പോൾ സഹോദരന്മാരുടെ അചഞ്ചലമായ ശാന്തതയും സ്നേഹവും ബഹുമാനവും ഒക്കെയാണ് അയോധ്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ആത്മാവിനെ നിലനിർത്തിയത്. മാസത്തിന്റെ മധ്യത്തിൽ സൂര്യൻ രാശി മാറുമ്പോൾ പൂർവിക സ്വത്തുക്കളെക്കുറിച്ചോ കുടുംബ ചെലവുകളെക്കുറിച്ചോ ഒക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായേക്കാം. അപ്പോൾ അത് നിങ്ങൾ അത് പ്രത്യേകം മനസ്സിൽ വയ്ക്കുക. നിങ്ങളുടെ മൊത്തത്തിലുള്ള കുടുംബത്തിൽ പൊതുവേ തന്നെ ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾക്കോ ചെറിയ ഘർഷണങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളവിടെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഒരു രോഹിണി നക്ഷത്രക്കാരൻ എന്ന നിലയിൽ നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് തന്നെ ആളുകളെ ശാന്തരാക്കുവാൻ നിങ്ങൾക്ക് സഹജമായ ഒരു കഴിവുണ്ട്. നിങ്ങൾ ശ്രീകൃഷ്ണനെ ഓർക്കുക. അപ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങളുടെ സ്വാഭാവികമായ ഒരു ഇമോഷണൽ ആയിട്ടുള്ളൊരു ഇൻ്റലിജൻസ് നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ ഉപയോഗിക്കുക, അതിൽ ഇടപെടുക. നിങ്ങളാണ് എല്ലാവരെയും കാം ഡൗൺ ചെയ്യേണ്ട വ്യക്തി എന്ന് എപ്പോഴും മനസ്സിൽ വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്കിതെല്ലാം സ്വത്തുപരമായ തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എല്ലാവർക്കും സ്വീകാര്യപരമായ രീതിയിൽ നിങ്ങളുടെ ഒരു ഇടപെടലിലൂടെ അത് പരിസമാപ്തിയിൽ എത്തിക്കാനും അതെല്ലാവർക്കും പ്രയോജനപ്പെടുത്താനും നിങ്ങൾക്ക് തീർച്ചയായിട്ടും കഴിയും. അതിന് ഇടവരുത്തട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. നിങ്ങളുടെ അമ്മയോടോ അല്ലെങ്കിൽ അമ്മയുടെ സ്ഥാനത്തുള്ളവരോടൊപ്പം സമയം ചെലവഴിക്കുക. അതൊക്കെ നിങ്ങൾക്ക് വളരെ ഗുണകരമായിട്ടുള്ളൊരു കാര്യമായിരിക്കും. നിങ്ങൾ അവരെ ദൂരെ വല്ലതും ആണെങ്കിൽ നിങ്ങൾ പോയി അമ്മയൊക്കെ ഒന്ന് പോയി കാണുക. ഇനി പ്രണയബന്ധങ്ങളിലും മറ്റും അതുപോലെ അതിലേക്കൊക്കെ വന്നാൽ, സിംഗിളായ രോഹിണി നക്ഷത്രക്കാർക്ക് 2026 ജൂണിലെ പ്രണയം നമുക്കൊരു ക്ലാസിക് ജെയിൻ ഓസ്റ്റിൻ പ്രണയം പോലെ അനുഭവപ്പെടും. അതായത് അദ്ദേഹത്തിൻ്റെ നോവലുകളിലെ പ്രണയങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇത് മറ്റു പ്രണയങ്ങൾ പോലെ ഇത് ശാന്തവും അർത്ഥവത്തായതും ബൗദ്ധികവുമായിരിക്കും. എന്നുവെച്ചാൽ അങ്ങനെ ഒരു ഇന്നത്തെ കാലത്ത് കാണുന്ന പോലത്തെ ഒരു പ്രണയം പോലെ ആയിരിക്കില്ല. അത് വളരെ ആഴത്തിലുള്ള നിങ്ങളുടെ പങ്കാളിയെ പറ്റി ആഴത്തിൽ മനസ്സിലാക്കിയതിന് ശേഷമുള്ള വളരെ സുദൃഢമായൊരു ബന്ധമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നത്. അതായത് മാനസികമായൊരു ഐക്യമായിരിക്കും ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനം എന്നാണ് ഞാൻ പറഞ്ഞത്. ഉച്ചസ്ഥിതിയിലുള്ള വ്യാഴം ബാഹ്യമായ താല്പര്യങ്ങൾക്കപ്പുറം നിങ്ങളുടെ അന്തമൂല്യങ്ങൾ പങ്കിടുന്ന ആളുകളെ കണ്ടുമുട്ടാൻ നല്ലൊരു സാഹചര്യം സൃഷ്ടിക്കുന്നു. അതായത് നിങ്ങളുടെ മാനസികവുമായ ഒരവസ്ഥയ്ക്ക് വളരെ യോജിച്ച ഒരു പങ്കാളിയായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ. അത് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചോളൂ. അതോടൊപ്പം തന്നെ ദമ്പതികളായിട്ടുള്ളവർക്ക് ആശയവിനിമയത്തിൽ എന്തെങ്കിലുമൊക്കെ അകൽച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാസത്തിന്റെ മധ്യത്തിലെ ഗ്രഹനില നിങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് ഹൃദയം തുറന്ന് സംസാരിക്കുവാൻ അവസരം നൽകും. ജോലിയിലെ സമ്മർദ്ദം നിങ്ങളുടെ വ്യക്തിജീവിതത്തെ ബാധിക്കാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് നിങ്ങളുടെ പങ്കാളി ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഫിസിക്കലായിട്ടുള്ള സാന്നിധ്യം മാത്രമല്ല, നിങ്ങളുടെ ശ്രദ്ധയും അതോടൊപ്പം തന്നെ അവരോടുള്ള കെയറിങ്ങും ഒക്കെ അവർ വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ബന്ധം മനോഹരമായി മാറ്റുവാൻ നിങ്ങൾ ഈ മാസം ഉപയോഗിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ആരോഗ്യവും ക്ഷേമത്തിലേക്കൊക്കെ വന്നാൽ, നിങ്ങളുടെ ഭരണമൂലകം ഭൂമിയും ഭരണഗ്രഹം ചന്ദ്രനുമാണ്. ഇതിനർത്ഥം നിങ്ങളുടെ ശാരീരിക ആരോഗ്യം നിങ്ങളുടെ മാനസികാവസ്ഥയുമായി വളരെ ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ഈ മാസം രാഹുവിൻ്റെയും വ്യാഴത്തിൻ്റെയും ശക്തമായ ഒരു ഊർജ്ജം നിങ്ങൾക്കുള്ളതിനാൽ നിങ്ങളുടെ മനസ്സ് ഒരുപക്ഷെ വളരെ വേഗത്തിൽ ചിന്തിച്ചേക്കാം. ഇത് വല്ലപ്പോഴും ഉറക്കമില്ലായ്മയിലേക്കും ഉത്കണ്ഠയിലേക്കും ഒക്കെ നയിച്ചേക്കാം. നിങ്ങളുടെ ദഹന വ്യവസ്ഥയ്ക്കും തൊണ്ടയുടെ ആരോഗ്യത്തിനൊക്കെ പ്രത്യേക ശ്രദ്ധ നൽകുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇടവൻ രാശി തൊണ്ടയെ പ്രതിനിധീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ ശ്രമിക്കുക. പുല്ലിലൂടെ നഗ്നപാതനായി നടക്കുക. പ്രാണായാമം അല്ലെങ്കിൽ അത്തരം ശ്വസനക്രിയകളൊക്കെ ശീലിക്കുക. ധാരാളം വെള്ളം കുടിക്കുക. നിങ്ങളുടെ ശരീരത്തെ നിങ്ങളൊരു പവിത്രമായൊരു ക്ഷേത്രമായിട്ട് കാണുക എന്നുള്ളതാണ് നിങ്ങൾ ഈ മാസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതായത് പ്രത്യേകിച്ച് ഈ തണുത്ത ഭക്ഷണങ്ങളൊക്കെ കഴിച്ചാൽ തൊണ്ടയ്ക്കൊക്കെ പ്രശ്നം വരാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കൊണ്ട് നിങ്ങളത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഈ പുല്ലിലൂടെ നടക്കുന്നത് പൊതുവേ നല്ലൊരു കാര്യമാണ്. നല്ല വൃത്തിയുള്ള പുൽത്തടികളൊക്കെ ഉണ്ടെങ്കിൽ അതിലൂടെ നടക്കുന്നത് നിങ്ങൾക്ക് പ്രകൃതിയുമായിട്ട് നിങ്ങളുടെ ബന്ധം കൂടുതലുണ്ടാകാനും ഒക്കെ അത് നിങ്ങളെ സഹായിക്കും. അപ്പോൾ അത് നിങ്ങൾ അതോടൊപ്പം തന്നെ ഈ ഉറക്കമില്ലായ്മ, അതോടൊപ്പം തന്നെ അത്തരം ഉത്കണ്ഠ അതൊക്കെ ഉണ്ടാവാനുള്ള ചെറിയൊരു സാധ്യത ഉണ്ട്. കാരണം അതങ്ങനെയാണ് നിങ്ങളുടെ ഗ്രഹനില കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണ കാര്യങ്ങളിലൊക്കെ കുറച്ച് ശ്രദ്ധ പുലർത്തുന്നത് കുറച്ച് നന്നായിരിക്കും. ഇനി ജൂൺ 2026 ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. പുതിയ അറിവുകൾ നേടുക, അതോടൊപ്പം തന്നെ കോഴ്സുകളിൽ ചേരുക, അതോടൊപ്പം തന്നെ പബ്ലിക് സ്പീക്കിംഗ്, പൊതുവേദിയിലൊക്കെ സംസാരിക്കാൻ പഠിക്കുക, അല്ലെങ്കിൽ പുതിയ സാങ്കേതികമായ കഴിവുകൾ സ്വന്തമാക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് ഈ മാസം ചെയ്യാൻ ശ്രമിക്കാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഒഴിവാക്കേണ്ട കാര്യങ്ങളിലേക്ക് വന്നാൽ, നിങ്ങൾ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ആവശ്യമായ ആഡംബര സാധനങ്ങൾ വാങ്ങി പണം ഒരിക്കലും കളയരുത്. കാരണം ചിലപ്പോൾ അങ്ങനത്തെ ഒരു ടെൻഡൻസി ഉണ്ടെന്ന്, അതായത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടി ഇങ്ങനെ ഷോപ്പിംഗ് നടത്തുക. അത് ഒരിക്കലും ചെയ്യരുത് കേട്ടോ. അതിനുള്ളൊരു ടെൻഡൻസി നിങ്ങൾക്കുണ്ടാവും.
അതോടൊപ്പം തന്നെ ബന്ധങ്ങൾ പുതുക്കുക. പഴയ ഉപദേശകരെയും സഹപ്രവർത്തകരെയും സുഹൃത്തുക്കളുമായിട്ടൊക്കെ നിങ്ങൾ ബന്ധപ്പെടുക. നിങ്ങളുടെ കൂട്ടായ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾക്ക് സന്തോഷം തരും. നിങ്ങൾ എന്തെങ്കിലും ബന്ധങ്ങൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ വളരെ കാലമായി നിങ്ങൾ ബന്ധപ്പെടാതെ ഇരുന്നിട്ടുണ്ട് എന്തെങ്കിലും ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പഴയ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെ ബന്ധപ്പെടാൻ ശ്രമിക്കുക. അവരുമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ആശയങ്ങളൊക്കെ പങ്കുവയ്ക്കുക. അതോടൊപ്പം തന്നെ കാര്യങ്ങളൊന്നും നീട്ടി വയ്ക്കരുത്. അതായത് നിങ്ങളുടെ മീനം രാശിയിലെ ശനി നിങ്ങളുടെ മടിയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ സഹായിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അതായത് ചിന്തകൾ പുതിയതായിരിക്കുമ്പോൾ തന്നെ പ്രവർത്തിക്കുക. അതായത് നിങ്ങൾ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുമ്പോൾ തന്നെ നിങ്ങൾ ആക്ഷൻ ചെയ്യുക. അല്ലെങ്കിൽ അത് അവിടെ ഇരുന്ന് കഴിയുമ്പോൾ പിന്നീട് അത് പക്ഷേ അതിന് തണുത്ത് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിച്ചോളുക. ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾ ക്ഷമിക്കാൻ വേണ്ടി ശീലിക്കുക. അതായത് നിങ്ങളുടെ മനസ്സിനെ അനാവശ്യമായി അലട്ടുന്ന മുൻകാല വൈകാരിക വിദ്വേഷങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. വഴക്കുകൾ ഒഴിവാക്കുക. അതോടൊപ്പം തന്നെ കഠിനമായ വാക്കുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ ഓഫീസിലോ ഒന്നും പ്രവർത്തിക്കരുത്. പ്രത്യേകിച്ച് മാസത്തിൻ്റെ മധ്യത്തിലെ ഗ്രഹമാറ്റ സമയങ്ങളിൽ, അതായത് മാസം മധ്യത്തിൽ പ്രത്യേകിച്ച്, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ദേഷ്യമൊക്കെ വന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് ഒരു സെക്കൻഡ് നിങ്ങളൊന്ന് കാം ഡൗൺ ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുക. അതല്ലെങ്കിൽ അതൊരു പക്ഷേ ഒരു വലിയൊരു നിങ്ങളുടെ ബന്ധങ്ങളിലോ ഒക്കെ അല്ലെങ്കിൽ ഔദ്യോഗിക ജീവിതത്തിലോ അല്ലെങ്കിൽ കുടുംബത്തിലോ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. അതൊരു പ്രത്യേകമായിട്ടുള്ളൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ മുൻകാലങ്ങളിൽ നിങ്ങളോട് ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളിലുള്ള വൈരാഗ്യം നിങ്ങളുടെ മനസ്സിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ ഉണ്ടാവും. അത് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ നിങ്ങൾക്കാണ് ദോഷം ചെയ്യുന്നത്. നിങ്ങൾക്ക് സമ്മർദ്ദം ഉയർത്താനാണ് അതിരിക്കുന്നത്. അത് നിങ്ങൾ വിട്ടുകളഞ്ഞേക്കുക. അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കേണ്ട കേട്ടോ. നിങ്ങൾക്ക് ദ്രോഹിച്ചവർക്കുള്ള ശിക്ഷ ദൈവം തന്നെ അത് നടപ്പാക്കിക്കൊള്ളും. നിങ്ങളത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഓർത്തൊന്നും അങ്ങനെ നിങ്ങളുടെ മനസ്സ് നിങ്ങളിങ്ങനെ വെറുതെ പുണ്ണാക്കരുത്. നിങ്ങൾക്കത് പ്രശ്നങ്ങളുണ്ടാക്കും. നിങ്ങൾക്ക് തന്നെയാണ് അത് പ്രശ്നം ഉണ്ടാക്കുക. അപ്പോൾ അത് വിട്ടുകളഞ്ഞേക്കുക. ഇനി വെല്ലുവിളികൾക്കുള്ള പരിഹാരങ്ങളൊക്കെ നോക്കിയാൽ ഗ്രഹദോഷങ്ങൾ പരിഹരിക്കാനും ഉച്ചസ്ഥിതിയിലുള്ള വ്യാഴത്തിൻ്റെ മികച്ച അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിക്കാനും ഒക്കെ ഈ ലളിതമായിട്ടുള്ള പരിഹാരങ്ങൾ ഞാൻ പറയാം. നിങ്ങളൊന്ന് പ്രകൃതിയെ പരിപാലിക്കുക. അതായത് രോഹിണി വളർച്ചയെ ഇഷ്ടപ്പെടുന്ന ഒരു നക്ഷത്രമാണ്. അപ്പം ഒരു വ്യാഴാഴ്ച ദിവസം ഒരു തൈ, അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളോ അല്ലെങ്കിൽ പൂക്കളോ ഒക്കെ നിങ്ങളെ വീട്ടിൽ നട്ടുപിടിപ്പിക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചെടിച്ചട്ടിയിലോ മറ്റോ വയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നട്ടുപിടിപ്പിക്കുക. അതിന് പതിവായിട്ട് നനയ്ക്കുകയൊക്കെ ചെയ്യുക. അത് ചെടി വളരുന്നതനുസരിച്ച് നിങ്ങളുടെ തടസ്സങ്ങളൊക്കെ നീങ്ങും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി ചന്ദ്രനെ വണങ്ങുക. അതായത് നിങ്ങളുടെ വൈകാരിക അവസ്ഥയെ സന്തുലിതമാക്കാൻ വെളുത്തവാവ് ദിവസം ഭഗവാൻ ശിവനോട് പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ നിലാവിൽ ഒരു 10 മിനിറ്റ് ശാന്തമായിട്ട് ധ്യാനിക്കുക. അത് നിങ്ങൾ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇനി കാരുണ്യ പ്രവർത്തനങ്ങൾ. അതായത് വ്യാഴത്തിൻ്റെ പോസിറ്റീവ് ഊർജ്ജം ലഭിക്കുന്നതിന് വ്യാഴാഴ്ചകളിൽ പാവപ്പെട്ട കുട്ടികൾക്കോ അല്ലെങ്കിൽ മുതിർന്നവർക്കോ എന്തെങ്കിലുമൊക്കെ ദാനധർമ്മങ്ങളൊക്കെ നൽകുക. ഫ്രൂട്ട്സൊക്കെ കൊടുക്കാം. അതുപോലെ മഞ്ഞ നിറത്തിലുള്ള മധുര പലഹാരങ്ങളൊക്കെ കൊടുക്കാം. അല്ലെങ്കിൽ പൊതുവെ തന്നെ മധുര പലഹാരങ്ങളൊക്കെ കുട്ടികൾക്കോ നിങ്ങളുടെ ബന്ധുക്കളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വാങ്ങിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിലെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിൻ്റെ മക്കൾക്കോ കുട്ടികൾക്കോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ദാനങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ നന്നായിരിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും പഠന സാമഗ്രികളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഓഫീസിലൊക്കെയുള്ള അത്തരം സ്റ്റാഫിന് നിങ്ങൾ കൂട്ടായിട്ട്, നിങ്ങൾ ഒരാളായിട്ട് ചെയ്യണമെന്നില്ല, നിങ്ങൾ കൂട്ടായിട്ട് നിങ്ങൾ ആലോചിച്ചിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ എത്തിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക. യൂണിഫോമോ അല്ലെങ്കിൽ അതിനുള്ള ധനസഹായമോ ഒക്കെ എല്ലാവരും കൂടെ ചേർന്ന് നിങ്ങൾ ചെയ്താൽ നന്നായിരിക്കും. അത് ഇപ്പോഴത്തേക്ക് മാത്രം ആക്കേണ്ട, അത് എപ്പോഴത്തേക്കും ആക്കുള്ളൂ. അത് നല്ലൊരു കാര്യമാണ്. ഇനി ജൂണിലെ ശുഭദിനങ്ങളിലേക്ക് നമുക്കൊന്ന് വരാം. പ്രധാനപ്പെട്ട മീറ്റിങ്ങുകൾ, വലിയ വാങ്ങലുകൾ അല്ലെങ്കിൽ പുതിയ തുടക്കങ്ങൾ അല്ലെങ്കിൽ യാത്രകൾ എന്നിവയ്ക്കായി ജൂൺ 3, ജൂൺ 4, ജൂൺ 12, ജൂൺ 21, ജൂൺ 30 ഈ ദിവസങ്ങൾ വളരെ ശുഭകരമാണ്. അതായത് ഊർജ്ജം കുറഞ്ഞ ദിവസങ്ങളും കൂടെ നമുക്കൊന്ന് നോക്കിയേക്കാം. ജൂൺ 8, ജൂൺ 17, ജൂൺ 26 കുറച്ച് ഊർജ്ജം കുറഞ്ഞ ദിവസങ്ങളാണ്. അപ്പോൾ ആ ദിവസങ്ങളിൽ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കുക. അതായത് പൊതുവായി നമ്മൾ പറയുകയാണെങ്കിൽ ജൂൺ മാസം 2026 ജൂൺ രോഹിണി നക്ഷത്രക്കാർക്കൊരു കുതിച്ചുചാട്ടത്തിനൊരു മാസമാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് നിങ്ങൾ ഇത്രയും കാലം നിങ്ങൾ നിശബ്ദമായ ആസൂത്രണങ്ങളിൽ നിന്ന് നിങ്ങൾ വിജയത്തിലേക്കുള്ള ഒരു മാറ്റം, അതായത് നിങ്ങൾ ഇത്രയും കാലം പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നടപ്പാക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് നമുക്ക് വേണമെങ്കിൽ ഒന്ന് പറയാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുന്നായിട്ട് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. നിരവധി പ്രേക്ഷകർ ഇവരുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള വിശകലനങ്ങൾക്കായിട്ടും മറ്റും കമൻറ്റ് ബോക്സിലൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. ഞാൻ തീർച്ചയായിട്ടും അതിന് കഴിവതും വേഗം മറുപടി കൊടുക്കുന്നുണ്ട്. എന്നാൽ ചില പ്രേക്ഷകർ അതിനുള്ളൊരു ഇമെയിൽ സംവിധാനം കൂടി കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു അവരുടെ പ്രശ്നങ്ങളൊക്കെ മറ്റുള്ളവർ കമൻറ്റ് ബോക്സിൽ കാണുന്നതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കും. അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ ഈ മുകളിൽ കാണുന്ന ഇമെയിൽ ഐഡിയിലേക്ക് മെയിൽ അയച്ചാലും മതി. പക്ഷേ അയക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു ജനനസമയവും ജന്മദിനവും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജനിച്ച സ്ഥലം എന്താണ് പരിശോധിക്കേണ്ട വിഷയം, ഇത്തരം കാര്യങ്ങൾ ആ മെയിലൊന്ന് ഉൾപ്പെടുത്തിയാൽ നന്നായിരിക്കും. അല്ലെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൽ തന്നെ ഇട്ടാലും മതി, ഞാൻ മറുപടി പറഞ്ഞോളാം. അപ്പം ഇതെല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവരുടെയും പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിക്കപ്പെട്ട് സന്തോഷകരമായ ജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി ഞാൻ ആശംസിക്കുന്നു.